അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പിന്റെ സ്പെഷ്യൽ ആയിട്ട് കേട്ടോ. ഇതാണ് മിക്സഡ് കസ്റ്റാർഡ്. നല്ല അടിപൊളി സാധനമാണ്. സൂപ്പർ റെസിപ്പി. നന്ദില്ലാത്തവളെ നന്ദി വേണടി, നന്ദി വേണം. പക്ഷേ ഞാൻ വീഡിയോ എടുക്കും, ഇതിനകത്ത് അങ്ങനെ പോസ്റ്റ് ചെയ്യും ഞാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിരുന്നുണ്ട്. എല്ലാവരും പോയി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ചാച്ചാ. നമസ്കാരം, മിന്നൽ നിച്ചുവാണ്. ഈ വീഡിയോ കണ്ടല്ലോ, ട്രോൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. സുധി തമ്പിയും ഇപ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോക്ക്. സുധി തമ്പി, ഞാൻ ഒന്ന് പറയട്ടെ, വന്ന വഴി അതൊരിക്കലും മറക്കരുത്. ഞമ്മെല്ലാവർക്കും വന്ന വഴി ഉണ്ടാകും, അത് മറക്കരുത്. നിനക്ക് 2020 റൂമില്ലാതെ നട്ടുക്കും വടക്കും പോകുന്ന സമയത്ത് ജാസിൻ്റെ റൂമിൽ നീ ഫ്രീ ആയിട്ട് താമസിച്ചാണ്. ഏതാ വലിയ റൂമായിരുന്നു, 2 ബെഡ്റൂമുള്ള റൂമായിരുന്നു. നിന്നെ അവൻ സ്വന്തം അനിയത്തിനെ പോലെ നിന്നെ അവൻ സ്നേഹിച്ചിട്ട് നിന്നെ കൂടെ കൂട്ടിച്ച് അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലെ നിനക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ ഒന്ന് അറിയിക്കേ. ആ സമയത്ത് നീ ഭയങ്കര അവൻ്റെ ഫാനായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ കണ്ടെടുത്തേ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് അവൻ സപ്പോർട്ട് ചെയ്ത്. ഇപ്പം അവനെ ട്രോളാണ്. കേരളത്തിൻ്റെ എല്ലാ ആൾക്കാർ ട്രോളിലും ഒരു കുഴപ്പമില്ല. ജാസിനെ ട്രോള് നീ ഈ സുധി തമ്പി എന്നുള്ള പെങ്കൊച്ചിക്ക് ഒരു അവകാശമില്ല. കാരണം പറയുമ്പോൾ അവൻ്റെ ചിലർ കഴിഞ്ഞതാ, അവൻ്റെ റൂമിൽ താമസിച്ചതാ. ആ സമയത്ത് ആരോ ഒരാൾ അവൻ പെണ്ണാണോ എന്തോ പറഞ്ഞെനിക്ക് ഇവള് വാദിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും എനിക്ക് കാണാൻ കുറേ തപ്പിച്ച് കിട്ടിയിട്ടില്ല. പക്ഷെ അതൊരിക്കലും ശരിയല്ല. നീ അവനെ ട്രോൾ ചെയ്ത് ഒരിക്കലും ശരിയല്ല. കാരണം ആരായാലും വന്ന വഴി മറക്കണം. നീ വന്ന വഴി മറന്നു. നീ ഇപ്പോൾ വലിയ എന്ത് പേരെന്തിൻ്റെ വീട്ടിൻ്റെ ശ്രുതിയാലേ എന്ത് അനാഥാലയം ആയിക്കോട്ടെ, സംഭവം പറയുമ്പോഴത്തേക്ക് നിന്നെ ഒരു റൂം ഒന്നും ഇല്ലാത്തപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ജാസിയാണ്. അതല്ലാതെ നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് അന്ന് ജാസിയാണ്. ബാക്കിയുള്ളവർ ട്രോളും പോലെ നീ ട്രോൾ ചെയ്യണ്ട. ഒരുപാട് ആൾക്കാർ ഇവനെ ട്രോൾ ചെയ്തിട്ടുണ്ടല്ലേ, ഇവനെ ട്രോൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പറയുമ്പോഴത്തേക്ക് നീ സെലിബ്രേറ്റ് ചെയ്ത് നിന്റെ കൈ കൊണ്ടായിരിക്കും. പക്ഷെ നിനക്ക് ഒന്നും ഇല്ലാത്തപ്പോൾ നിന്റെ കൂടെ ചേർന്ന് നിന്നൊരു വ്യക്തിയാണ് ജാസി. അത് മനസ്സിലാക്കണം കേട്ടോ. അത് നീ മറന്ന് കളിച്ചത് ഒട്ടും ശരിയായില്ല. ബാക്കി ആൾക്കാരൊക്കെ ട്രോളിക്കോട്ടെ, ട്രോളിക്കോട്ടെ, ചിലപ്പോൾ ട്രോളുന്നതായിരിക്കും, അവൻ്റെ അവസ്ഥ കണ്ടിച്ച് അങ്ങനെ ചെയ്യുന്നതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷേ നിനക്കായിരിക്കും അവകാശമില്ല. അവകാശമുള്ളപ്പോൾ പറ. ഇത് ഏറ്റവും വലിയ മോശമായിപ്പോയി. ഒരു മോശം എന്ന് പറയുമ്പോൾ വെറും മോശമായിപ്പോയി. എങ്ങനെ മോശം എന്ന് പറയുമ്പോഴേക്ക് ഈ പിറന്ന ഗർഭപാത്രത്തിനെ ചതിക്കുമ്പോഴത്തെ ചതിയാണ് നീ അത് ചെയ്തത്. എത്രയും പെട്ടെന്ന് വീഡിയോ നീ ഡിലീറ്റ് ചെയ്യണം. അതൊരിക്കലും ശരിയല്ല. നിന്റെ ഭാഗത്ത് ന്യായമില്ല. ന്യായമായിരിക്കട്ടെ, അന്ന് ഞാൻ പറയാം നിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. ഇത് എനിക്ക് അറിയാവുന്ന കേസാ. അന്ന് അവനെന്തോ ഒരു പരിപാടിക്ക് വിളിക്കാൻ പോകുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു തത്തെ കൽപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടുണ്ടല്ലേ നിനക്ക് ഒരു അവകാശമില്ല അവനെ ട്രോളുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, നിന്നെ ഒരു സമയത്ത് അവൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല നിനക്ക് ഇവിടം വരെ എത്താൻ പറ്റില്ലായിരുന്നു. നീ അവന് കൂടെ വീഡിയോ ചെയ്യിച്ചാൽ നീ വൈറലായത്. അതല്ല നിന്നെ പറഞ്ഞ് ജാസ്തി വൈറലായതല്ല. അതുകൊണ്ട് മോളെ വന്ന വഴി മറക്കരുത്. ഓക്കെ, നന്ദി, നമസ്കാരം.